ആയുർവേദ വിധി പ്രകാരം നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരാവേദം പോലെയുള്ളവ, അത് നമുക്ക് നമ്മുടെ ആ ഏരിയയിലുള്ള എനർജി കൂട്ടുന്നതും അതുപോലെ നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തല പൊതിച്ചിൽ, ശിരോധാര, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പറയുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശിരോ അഭ്യംഗമാണ്. അതായത് തലയിൽ അപ്ലൈ ചെയ്യുന്ന ചില തരത്തിലുള്ള എണ്ണകളാണ്. അത് നമ്മുടെ ദുർദൂരപത്രാദിയൊക്കെ പോലെയുള്ള എണ്ണകളുണ്ട്. ത്രിഫലാദികേരം, ദുർദൂരപത്രാദിയൊക്കെ ഉണ്ട്, ദാരുണക തൈലമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്കും ഏതാ വേണ്ടുന്നതെന്നുള്ളത് നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അഭികാമ്യം എന്ന് പറയുന്നത് ഇത് അഭ്യംഗം, ശരിക്കും ശിരോഭ്യംഗം കുറച്ചു നേരം നമ്മൾ തലയിൽ എണ്ണ തേച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് തേച്ച് നിന്നതിന് ശേഷം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊടികളോ അല്ലെങ്കിൽ താളി പോലെയുള്ള പൊടികളോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ആയുർവേദ ഷാമ്പുകളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ്റെ ആ ഒരു മോഡൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ട് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് ഈ ആൾക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലാണ്. അത് നമുക്ക് യോഗ, മെഡിറ്റേഷൻ മുതലായിട്ടുള്ളവയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ചില പ്രത്യേകതരം യോഗകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഇത്തരത്തിലൊക്കെയുള്ള ഇൻഫെക്ഷൻസും ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ മാറാതെ നിൽക്കുന്നത് പോലും നമുക്ക് ചില യോഗാസിലൂടെയൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള മാനസിക സംഘർഷം ഒഴിവാക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ശിരോധാരയും ഒക്കെ പെടുന്നുണ്ട്. അപ്പോൾ ശിരോധാരയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള ഒരു രോഗാവസ്ഥകൾ തരണം ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സ്, അതുപോലെ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരിൽ ഈ താരൻ കൂടുതലായിട്ട് കാണുന്നു, ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുകയും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, സിട്രസ് ഫ്രൂട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ശരിയായ ഉറക്കം ശീലിക്കേണ്ടുന്നതാണ്. ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ എപ്പോഴും ഒരു സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇത്തരം ഇൻഫെക്ഷൻസിനെയൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ്.